വേദവിചാരം എന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്ന എന്ന സ്വർഗീയ പിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമായി അനുദിന ജീവിതയാത്രയിൽ അങ്ങോട് ചേർന്ന് നടപ്പാൻ തൊക്കവണ്ണം മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം പരിശുദ്ധാത്മ നിറവിൽ ഘോഷിപ്പാനും ആത്മനിറവിൽ അത് സ്വീകരിപ്പാനും വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ. ബലഹീന നടീനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുവാൻ ഈ ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് സഹായിക്കണമെന്ന് യേശുനാഥ് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ജെറമ്യ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. പ്രൊഫസി ഓഫ് ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതികളത്രേ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനത ഇസ്രായേൽ മക്കളോട് പറയുന്ന പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. ദൈവം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തിയും എന്ന് പറയുമ്പോൾ രണ്ടാം ഇസ്രായേലായിരിക്കുന്ന നമ്മുടെയും അനുഗ്രഹമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിയുന്ന ദൈവം എന്നാണ് ദാവീദ് പറയുന്നത്. നാം നമ്മെ അറിയുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മെക്കുറിച്ച് അറിയുന്നു. നാം എവിടെ ജനിക്കണം, എപ്പോൾ ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് സാഹചര്യത്തിലായിരിക്കണം എന്നൊക്കെയും ദൈവം മുന്നമേ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒരു പദ്ധതി നമ്മുടെ ദൈവത്തിനുണ്ട്. നമ്മുടെ തലയിലെ മുടി പോലും കൊഴിയപ്പെടുന്നത് എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന തിരുവചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവചനം പറയുമ്പോൾ നമ്മുടെ ഓരോ വ്യക്തികളുടെയും മുമ്പിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് ഉണ്ട്. അത് വ്യക്തമായി ദൈവം പ്ലാൻ ചെയ്യുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ പൂർണ്ണമാകുവാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ പദ്ധതി നാം അനുസരിച്ച് ജീവിക്കാതെ സ്വന്തം പ്ലാനുകളിൽ നാം ജീവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അനുഗ്രഹം നമ്മുടെ മുമ്പിൽ നൽകുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടും പലപ്പോഴും അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാറില്ല. ഇവിടെ നാം വായിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതി അത്ര. ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെയും നന്മ മാത്രമാണ് ദൈവം കാക്ഷിക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ് അത് നന്മയായി ഭവിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കും നമ്മുടേതാകുന്ന പദ്ധതികളുണ്ട്. നാം പഠിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ തിരഞ്ഞെടുക്കും എവിടെ പഠിക്കണം, എന്തു പഠിക്കണം. പ്രായമായി കഴിയുമ്പോൾ പല തീരുമാനങ്ങളും നാം സ്വയമായിട്ടെടുക്കും. ഏത് സബ്ജക്റ്റിന് പഠിക്കണം, ഏത് മേജർ ചെയ്യണം, അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്യണം, ആരെ വിവാഹം കഴിക്കണം, ഏത് ഭവനം വാങ്ങണം, അല്ലെങ്കിൽ എവിടെ ഭവനം വയ്ക്കണം. അങ്ങനെ പലതരങ്ങളിലുള്ള പദ്ധതികൾ നമുക്കുണ്ട്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ടാകണം, അത് എത്ര പ്രായത്തിനിടയിൽ വേണം, അവരെ എവിടെ പഠിപ്പിക്കണം, അവരുടെ ഭാവി എന്തായിരിക്കണം. അങ്ങനെ അനേക പദ്ധതികൾ നമ്മുടെയൊക്കെയും ജീവിതത്തിലുണ്ട്. നമുക്ക് പദ്ധതികൾ തീർച്ചയായിട്ടും രൂപകൽപ്പന ചെയ്യാം. പക്ഷേ
ദൈവത്തിൻ്റെ പദ്ധതിയുമായി നമ്മുടെ പദ്ധതികൾ സംയോജിക്കപ്പെടുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായിട്ട് തീരുന്നത്. പലപ്പോഴും നാം എടുക്കുന്ന പദ്ധതികൾ ദൈവത്തിന് ഹിതമല്ലാത്ത തരങ്ങളിലുള്ള പദ്ധതികളായിട്ട് തീരുമ്പോഴാണ് അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല പദ്ധതികളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിലനിൽക്കും. അപ്പോൾ നമുക്ക് പല പദ്ധതികളുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ആലോചന നിലനിൽക്കും. അത് നിലനിൽക്കണമെങ്കിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമായി തീരണം, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ആയിത്തീരണം. അപ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായിട്ട് തീരുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും സദൃശവാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, അവൻ നിൻ്റെ പാതകൾ നേരെയാക്കും. അപ്പോൾ നാം എടുക്കുന്ന പദ്ധതികൾ എങ്ങനെയാണ് അനുഗ്രഹമായിട്ട് തീരുന്നത്? അതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം പദ്ധതികൾ രൂപം കൊടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. ദൈവം നമുക്ക് ആലോചനകൾ നൽകും. നമ്മുടെ ഭാവിയിൽ അത് നന്മയാണോ തിന്മയാണോ എന്ന് ദൈവം നമ്മെ കാണിച്ചു തരും. എന്നിട്ട് പറയുകയാണ്, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. നമുക്ക് വിവേകമുണ്ട്, ജ്ഞാനമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ ജ്ഞാനത്തേക്കാൾ എത്രയോ മടങ്ങാണ്. നാം ഒരുപക്ഷെ നാളത്തെ കാര്യങ്ങൾ മാത്രം അറിയുമ്പോൾ, അല്ലെങ്കിൽ അതുപോലും അറിയാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അറിയുന്ന ഒരു ദൈവത്തിന് ആ ദൈവത്തിൻ്റെ വിവേകവും ജ്ഞാനവും എത്ര വലുതാണ്. അതുകൊണ്ട് പറയുകയാണ്, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. നമ്മുടെ വിവേകത്തിൽ, നമ്മുടെ അറിവിൽ നാം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളും പദ്ധതികളുമാണ് അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. എന്നിട്ട് വീണ്ടും നാം വായിക്കുന്നു, നിൻ്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക. നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ അംഗീകരിക്കുക. അപ്പോൾ നാം ഒരു തീരുമാനമെടുത്തു, നാം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു, തടസ്സങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ദൈവഹിതത്തിനായിട്ട് അത് വിട്ടുകൊടുക്കുക. നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ ഹിതം അല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് അത് പ്രയാസമായിട്ട് മാറിത്തീരുന്നത്. എന്നിട്ട് നാം വീണ്ടും വായിക്കുകയാണ്, അവൻ നിൻ്റെ പാതകൾ നേരെയാക്കും. അപ്പോൾ നമ്മുടെ വഴികൾ ദൈവം നേരെയാക്കുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ നാം ദൈവത്തെ അംഗീകരിക്കുമ്പോഴാണ്, അനുസരിക്കുമ്പോഴാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്, അതിൻ്റെ 25-ാം തിരുവചനം, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് നല്ലതെന്ന് തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളാകുന്നു. അപ്പോൾ ചിലപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വഴികൾ നല്ലതെന്ന് നമുക്ക് തോന്നും, പക്ഷേ പറയുകയാണ് അതിൻ്റെ അവസാനമോ മരണവഴികളാകുന്നു. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ് എന്ന് അറിയുവാൻ ഒരുപക്ഷെ സമയമെടുക്കും. അപ്പോഴേക്കും അത് വൈകിപ്പോകും. പ്രയാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നാം അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമാകുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പല തീരുമാനങ്ങൾ, പല പദ്ധതികളിടുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം പദ്ധതികളിടുകയും ദൈവം അതിന് ഉള്ള അംഗീകാരം തരികയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. കർത്താവ് ഒരു ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ധനികനായ ഒരു മനുഷ്യൻ്റെ നിലം വളരെയധികം വിളഞ്ഞു. അവൻ പറയുകയാണ്, ഇത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്, ഇത് ഞാൻ എൻ്റെ അറകൾ പൊളിച്ച് വലുതായിട്ട് പണിത് ശേഖരിക്കും, വരും തലമുറകൾക്ക് അത് അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഈ രാത്രി നിൻ്റെ ആത്മാവിനോട് ചോദിച്ചാൽ എന്ത് ഫലം? നീ സമ്പാദിച്ചതൊക്കെയും എന്തായിത്തീരും? അപ്പോൾ അവൻ്റെ പദ്ധതിയിൽ ദൈവത്തിനൊരു സ്ഥാനമില്ല. ദൈവഹിതപ്രകാരം ഞാൻ ഇന്നത് ചെയ്യും എന്ന് ആ മനുഷ്യൻ പറയുന്നില്ല. അവൻ ചെയ്ത
അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെയും അവൻ്റെ കഴിവുകൾ കൊണ്ടും മിടുക്കുകൾ കൊണ്ടും വിവേകം കൊണ്ടുമാണ് എന്നവൻ കരുതുമ്പോൾ നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് പോകുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദ് ഇസ്രായേൽ ജനതയിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട രാജാവായിരുന്നു. ഇന്നും ഇസ്രായേൽ ജനത ദാവീദിൻ്റെ ശവകുടീരം വളരെ ആദരവോടുകൂടി അവിടെ സൂക്ഷിക്കുന്നുണ്ട്, അത് കാണുന്നുണ്ട് എന്ന് നമുക്ക് ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ, വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് ഇതിന് കാരണം? ദാവീദിന് ദൈവവുമായൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. ദാവീദ് രാജാവായി ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, അതായത് ഇടയച്ചെറുക്കൻ്റെ സാഹചര്യത്തിൽ നിന്നും ഇസ്രായേലിൻ്റെ രാജാവായി ഒന്നാമനായി വരുവാൻ ദൈവം അവനെ അഭിഷേകം ചെയ്ത് ആ പദവിയിൽ അവൻ എത്തുമ്പോഴും അവന് അനേകമാകുന്ന ഉപദേശകന്മാർ അവനോടൊപ്പം ഉണ്ടായിരുന്നിട്ടും ഒരുപക്ഷെ പ്രവാചക ശബ്ദം കേട്ടുകൊണ്ടായിരിക്കാം ദാവീദ് മുമ്പോട്ട് പോയിരുന്നത് എങ്കിൽ പോലും അവിടെയൊക്കെയും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് രാജ്യഭരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് നാം 143 സങ്കീർത്തനം 10 തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാവീദ് പറയുകയാണ്, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിൻ്റെ നല്ല ആത്മാവെന്നെ നീതിയുള്ള നിലത്തേക്ക് നടത്തുമാറാകട്ടെ. ദാവീദിന് അനേക ഉപദേഷ്ടാക്കന്മാരുണ്ട്, രാജാവാണ്, എല്ലാ തരത്തിലുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദാവീദിനുണ്ട്. പക്ഷേ അവിടെയും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ പറയുകയാണ്, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല, ഞാൻ രാജാവാണ്, എനിക്കിഷ്ടം പോലെ പ്രവർത്തിക്കാൻ ആരും എന്നോട് ചോദിക്കുവാനില്ല, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരിലേക്കാളും ഉന്നതയിലുള്ള സ്ഥാനത്തിരിക്കുന്നവനാണ് ഞാൻ. എങ്കിലും ദാവീദ് പറയുകയാണ്, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്ന് പറയുമ്പോൾ ദാവീദിന് ദൈവമായിട്ടുള്ള ആ വലിയ ബന്ധമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നാം ആരാധിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്രത്തോളമുണ്ട്? നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? അത് കഴിയണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് അപ്രകാരം പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നിട്ട് ദാവീദ് പറയുകയാണ്, നിൻ്റെ നല്ല ആത്മാവെന്നെ നീതിയുള്ള നിലത്തേക്ക് നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അത് സത്യത്തിൻ്റെ ആത്മാവാണ്, സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന ആത്മാവാണ്. ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകുന്നു, എൻ്റെ പിതാവിനോട് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, അവൻ നിങ്ങളിലേക്ക് ആത്മാവിനെ അയക്കും, അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും, നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് ഉപദേശിച്ചു തരും എന്നൊക്കെയും പറഞ്ഞിട്ടാണ് കർത്താവ് തൻ്റെ ഉയർപ്പിന് മുമ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനത്തിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നത്. അപ്രകാരം പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാരിലേക്കും തന്നിൽ വിശ്വസിക്കുന്നവരിലേക്കും അയക്കുന്നതായിട്ട് നാം കാണുകയാണ്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുകയും നാം പോകേണ്ടുന്ന വഴി നാം ആരായുമ്പോൾ നമുക്ക് ഉപദേശിച്ചു തരികയും ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ഉപദേശം നാം പരിശുദ്ധാത്മാവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് നാം ചോദിക്കാറില്ല. നമുക്ക് ചില പദ്ധതികളുണ്ട്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടേതാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഓരോ പദ്ധതിയുമുണ്ട്, പ്ലാനുമുണ്ട്. പക്ഷേ അത് ദൈവഹിതമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ എന്ന് ചിന്തിക്കാതെ എടുക്കുന്ന പദ്ധതികളാണ് പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്. മറിച്ച് ദൈവഹിതത്തിനായിട്ട് അത് സമർപ്പിച്ചും പ്രാർത്ഥിച്ചും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ നന്മയായി ഭവിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും നാം നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് സ്വയമായിട്ട് ഇപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാറുള്ളത്? നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ലോകപ്രകാരം അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നവർ വളരെ ചുരുക്കമാണ് എന്നൊക്കെ നമുക്ക് പറയുവാൻ കഴിയും. എല്ലാവരും ദൈവത്തോട് ചോദിച്ചിട്ടാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കുവാൻ കഴിയും. പക്ഷേ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ഈ ലോകത്തിന് അനുരൂപരാകാതെ
നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്താണ് നാം ജീവിക്കുന്നത്. ലോകപ്രകാരം അനേകർ തീരുമാനങ്ങൾ അവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ എടുക്കാറുണ്ട്. പക്ഷേ ദൈവം വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പൗലോസ്ലീഹ. പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപരായ, ലോകത്തിൽ മറ്റുള്ളവർ എടുക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങളല്ല ദൈവത്തെ അറിയുന്ന ഞാനും നിങ്ങളും എടുക്കേണ്ടത്. മറിച്ച് എന്താണ്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് നാം പ്രാർത്ഥിക്കാറുണ്ടോ പ്രകാരം, ദൈവമേ നിൻ്റെ ഹിതം എന്തെന്ന് എന്നെ വെളിപ്പെടുത്തി തരണമേ. അത് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമുക്ക് തരുന്ന ഉപദേശങ്ങൾ കേൾക്കുവാൻ, അനുസരിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. കാരണം നമുക്ക് ചില തീരുമാനങ്ങൾ നാം എടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ അതൊരു അപ്രൂവലിന് വേണ്ടി കടന്നു വരുന്നവരാണെന്ന് അനേകർ. നാം നമ്മുടെ സ്വന്തമായ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചില തീരുമാനം, അത് വേണം, ഇന്ന ഭവനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്നാളെ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യണം, അങ്ങനെ ഓരോ തീരുമാനങ്ങൾ നാം എടുത്തു. എന്നിട്ട് ഒരു അപ്രൂവൽ ദൈവത്തിൽ നിന്ന് കിട്ടണം. അതിനായിട്ട് ഒരുപക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയം വയ്ക്കുകയാണ്. അപ്പോൾ ദൈവം അതല്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുവാൻ നമുക്ക് കഴിയാറില്ല. കാരണം അനേക ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ ദൈവശബ്ദത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാറില്ല. എന്തുകൊണ്ടാണ് ദൈവശബ്ദത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ? നാം പ്രാർത്ഥിക്കാറുണ്ട്, വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാറുണ്ട്. പക്ഷേ ദൈവം അതിന് മറുപടി നൽകുമ്പോൾ അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാത്തതിൻ്റെ കാരണവുമാണ് ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്. പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ രൂപാന്തരം, നമ്മുടെ മനസ്സിനൊരു അന്തരം, മനസ്സിനൊരു മാറ്റമുണ്ടാകണം. നമ്മുടെ മനസ്സിൽ നാം തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വേണമെന്നുള്ള ശാഠ്യത്തോടെ അതിൻ്റെ കാര്യങ്ങളൊക്കെയും ഒരുക്കിയിട്ട് ദൈവത്തിൽ നിന്നൊരു അപ്രൂവൽ വാങ്ങിക്കാനല്ല നാം വരേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം എന്താണ് അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് പലപ്പോഴും നമുക്ക് കഴിയാത്തത്. ദൈവശബ്ദം തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. നമുക്കറിയാം ഒരു സംഭവം തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. സക്കറിയ പുരോഹിതൻ, അദ്ദേഹത്തിന് കുറി കിട്ടിയതനുസരിച്ച് മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ ആലയത്തിൽ അതിശ്രേഷ്ഠമാകുന്ന സ്ഥലത്ത് ധൂപം കാട്ടുകയാണ്. വർഷങ്ങളായി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് തനിക്ക് കുഞ്ഞുങ്ങളില്ല. അവളൊരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ധൂപം കാട്ടിയ സമയത്ത് പ്രത്യക്ഷപ്പെട്ട് സക്കറിയാവിനോട് ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പക്ഷെ സക്കറിയാവ് അത് വിശ്വസിക്കുവാൻ സക്കറിയാവിന് പ്രയാസം. കാരണം അത് ദൈവമാണ് എന്ന് സംസാരിക്കുന്നത് മനസ്സിലാക്കുവാൻ സക്കറിയാവിന് കഴിയാത്തതുകൊണ്ട് അവന് സംശയമുണ്ടാകുകയാണ്. കാരണം അവന് പ്രായം അധികമായിരിക്കുന്നു. ഭാര്യ അല്ലെങ്കിൽ എലിസബത്ത് അതുപോലെ പ്രായാധിക്യത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതകൾ അവിടെ ഇല്ല. അപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം സക്കറിയാവിന് കഴിയുന്നില്ല. ഇതാണ് നമുക്കൊക്കെയും പലപ്പോഴും സംഭവിക്കുന്നത്. നാം ചില അതിർവരമ്പുകൾ വെച്ചിട്ടാണ് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കണമേ എന്ന് ഒരുപക്ഷെ നാം ദൈവത്തിന് വഴികൾ കൊടുത്തുകൊണ്ട്, പോംവഴികൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്നത്. തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവം ഒരിക്കൽ പ്രവർത്തിച്ചതുപോലെ മറ്റൊരിക്കൽ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും വ്യത്യസ്തമാണ്. കാരണം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, മനുഷ്യൻ്റെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ, അതെത്രയോ ഉന്നതമാണ്. അപ്പോൾ സർവ്വത്തെയും സൃഷ്ടിച്ചവനും നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനും സകലത്തെയും അറിയുന്നവനുമാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോ വിഷയങ്ങളും സമർപ്പിക്കാറുള്ളത്, ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് ഒരു പരിധി വയ്ക്കാതെ, ഒരു ലിമിറ്റേഷൻ വയ്ക്കാതെ നാം വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകുന്ന വിധത്തിൽ അതിനാവശ്യമാകുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം സക്കറിയാവിൻ്റെ ജീവിതം തന്നെ നാം പരിശോധിക്കുക. വർഷങ്ങളായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന് അതിനൊരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. യോഹന്നാൻ ഏത് സമയത്ത് ജനിക്കണം, യോഹന്നാൻ്റെ ദൗത്യം എന്തായിരിക്കണം എന്നൊക്കെയും ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ
ഈ സെക്കറിയാവിന് കുഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയാൽ ആ പദ്ധതി അവിടെ പൂർണ്ണമാകുകയില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഒരു സമയമുണ്ട്. ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സെക്കറിയാവിൻ്റെ ജീവിതാനുഭവം നമുക്കറിയാം. അദ്ദേഹം സംശയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കുഞ്ഞ് ജനിക്കുന്നത് വരെയും ഊമനായിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്. സംസാരിക്കുവാൻ കഴിയുന്നില്ല സംശയിച്ചതുകൊണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട് അനുഗ്രഹത്തിന് വേണ്ടി, പക്ഷേ ആ പ്രാർത്ഥനയിൽ പൂർണ്ണതയില്ല. പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ദൈവം തീർച്ചയായിട്ടും അവനത് മറുപടി നൽകുന്നത്. പക്ഷെ അവിടെ അതിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നാം വായിച്ച തിരുവചനം കുറിവാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതി അത്രേ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനങ്ങൾ അനുഗ്രഹമായി ഭവിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ദൈവഹിതമനുസരിച്ചാണോ, ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടാണോ ഓരോ പദ്ധതികളും നാം ഇടാറുള്ളത്, പ്രവർത്തനങ്ങൾ ആരംഭിക്കാറുള്ളത്? അത് ആരംഭിച്ചു കഴിഞ്ഞ് പിന്നീട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെയുള്ള സാഹചര്യങ്ങളാണോ എന്നൊക്കെ നാം പരിശോധിക്കണം. അതുപോലെ തന്നെ ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ ആ പ്രശ്നം ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുകയാണ്, നാം പ്രാർത്ഥിക്കുകയാണ്. സക്രിയാവിനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ നാം അതിർവരമ്പുകൾ വയ്ക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മറിയയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. അങ്ങനെ നാം സമർപ്പിച്ച് കഴിയുമ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ദൈവിക പ്രവർത്തനങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുവാൻ തക്കോണം കഴിയുന്നത്. ഇവിടെ നാം വായിച്ചു, നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതികളത്രേ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹം മാത്രമാണ് ദൈവം കാക്ഷിക്കുന്നത്. അത് അനുഗ്രഹമായി തീരുന്നത് നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതമനുസരിച്ചാണോ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണോ, ദൈവത്തോട് പ്രാർത്ഥിച്ചാണോ, ദൈവത്തിൽ ആശ്രയിച്ചാണോ എന്നുള്ളതിനെ ആസ്പദമാക്കി ആണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പ്രയാസങ്ങൾ ഒരുപക്ഷെ നേരിട്ടേക്കാം. ദാവീദിൻ്റെ ജീവിതത്തിലും കടന്നു വന്നു. ദാവീദിൻ്റെ ഉപദേഷ്ടാവായിരുന്ന അഹിത്തോഫൽ ദാവീദിനെതിരായിട്ട് തിരിയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ അഹിത്തോഫലിൻ്റെ ആലോചന ഒരു ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന പോലെ കരുതിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അഹിത്തോഫൽ മാറിപ്പോകുമ്പോഴും ദാവീദ് ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. അഹിത്തോഫലിൻ്റെ ആലോചനയെ മാറ്റണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവൻ്റെ ആലോചന മാറ്റി ദൈവം ദാവീദിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അഹിത്തോഫൽ കൊടുത്ത ആലോചന സ്വീകരിക്കാതെ ദാവീദിൻ്റെ മകൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവം സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിരുന്ന ഉപദേഷ്ടാവായിരുന്ന അഹിത്തോഫലിനേക്കാളും ആശ്രയിച്ചിരുന്നത് ദാവീദ് ദൈവത്തോടാണ്. അതുകൊണ്ടാണ് 143 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള ദാവീദിൻ്റെ ആഗ്രഹം, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നമ്മുടെ ദൈവമാകുന്നു എന്ന് നാം ദൈവത്തോട് പറയണമെങ്കിൽ നമ്മുടെ എല്ലാം അറിയുന്ന, നമ്മെ അറിയുന്ന, നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെക്കുറിച്ച് അറിയുന്ന, നമ്മുടെ മരണം വരെയും അറിയുന്ന ഒരു ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള സങ്കേതം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉള്ള ജീവിതമാണ് അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതുവഴി സകലതും ഞാൻ നിങ്ങൾക്കായി ഒരുക്കിത്തരാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ പലതും നേടുവാൻ നാം പദ്ധതികളിടും.
ആ പദ്ധതി അനുസരിച്ച് നാം മുമ്പോട്ട് പോകും. പക്ഷേ ദൈവഹിതമല്ലാത്ത പദ്ധതിയാണെങ്കിൽ അത് എത്തിച്ചേരുന്നത് പ്രയാസങ്ങളിലേക്കാണ്. നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ കഴിയാറില്ല. പലപ്പോഴും അനേക സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണാറുണ്ട്. നാം എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അനേകരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പ്രയാസങ്ങളിലേക്ക് നയിക്കുന്നു. ബിസിനസ് തുടങ്ങുന്നവർ വളരെയധികം പണം മുടക്കി കടമെടുത്ത് അനുഗ്രഹമാകുമെന്ന് കരുതി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിയുമ്പോൾ അത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന, കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനായിട്ട് അയക്കുമ്പോൾ അവരുടെ നല്ല ഭാവി ആഗ്രഹിച്ചുകൊണ്ട് കടമെടുത്ത് അയക്കും. പക്ഷേ അവിടെ ചെന്ന് അവർക്ക് അനുയോജ്യമാകുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലോ പെട്ടവർ നഷ്ടപ്പെട്ടു പോകുന്ന ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണാറുണ്ട്. അതുകൊണ്ട് നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവഹിതപ്രകാരം ആയിത്തീരട്ടെ, ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടായിത്തീരട്ടെ. നമ്മുടെ പദ്ധതി അനുഗ്രഹമായി മുമ്പോട്ട് നടത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവ പദ്ധതിക്ക് തടയിടാതെ ദൈവപദ്ധതി പൂർണ്ണമായും നമ്മളിലൂടെ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.